ഹലോ ഹായ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 6 കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ബി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ടാസ്ക് ഉണ്ടായിരുന്നു. അതിൽ 2 അതിഥികൾ വന്നിരുന്നു. ഒന്ന് സാബുമോനും രണ്ടാമത് ശ്വേത മേനോനും. ഇവർ രണ്ടുപേരും സീസൺ 1 കണ്ടസ്റ്റൻസ് ആണ്. ഇതിൽ സാബുമോൻ സീസൺ 1 വിന്നറുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ജാസ്മിനോട് ഇവർ പറയുകയുണ്ടായി ജാസ്മിൻ ഒരു ഫാന്റാസ്റ്റിക് പ്ലെയർ ആണെന്നും അടിപൊളി ഗെയിമർ ആണെന്നും ഒക്കെ. പിന്നീട് സാബുവും ശ്വേതയും പരസ്പരം പറയുന്നുണ്ടായിരുന്നു ജാസ്മിനും ജിൻഡോയും കൂടി ഒന്നിച്ച് നിന്ന് കഴിഞ്ഞാൽ മറ്റുള്ള കണ്ടസ്റ്റൻസിനെ പിന്നെ കാണാൻ പോലും കിട്ടില്ല എന്നൊക്കെ. എന്നാൽ ഈ എപ്പിസോഡ് ഏറായി തൊട്ടടുത്ത ദിവസം തൊട്ട് തന്നെ കുറെ കോൺട്രവേഴ്സീസ് തുടങ്ങി. അതായത് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിച്ചതാണ്, ഷോയിലേക്ക് കയറ്റി വിട്ടപ്പോൾ തന്നെ ജാസ്മിനെ ഫേവർ ചെയ്യിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ കോൺട്രവേഴ്സീസ് പൊട്ടിമുളച്ചു. ഇതിപ്പോ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ സീസണിലെ മത്സരാർത്ഥികളായ ജുനൈസും സാഗറും അതുപോലെ തന്നെ ആക്ടർ ആയിട്ടുള്ള ജോജു ജോർജും കൂടി ഒരു ഫിലിം പ്രൊമോഷന്റെ ഭാഗമായി ബിഗ് ബോസ് ഹൗസിലേക്ക് വരികയുണ്ടായി. അതേസമയം അവിടെ വെച്ച് ജോജു തന്റെ മുന്നത്തെ പേഴ്സണൽ ഫിറ്റ്നസ് ട്രെയിനറെ കാണാനിടയായി. അത് മറ്റാരുമല്ല, ജിൻഡോ തന്നെ. അവിടെ വെച്ച് ജോജു ജിൻഡോയുമായിട്ടുള്ള തന്റെ കുറെ അനുഭവങ്ങൾ ഷെയർ ചെയ്യുണ്ടായി. ജിൻഡോ പുറത്തും ഒരു സർവൈവർ തന്നെയാണെന്നും അതുകൊണ്ട് തന്നെ ജിൻഡോനെ ബിഗ് ബോസ് പോലത്തെ ഒരു സർവൈവൽ ഗെയിമിൽ കാണുന്നതിൽ അതിശയമൊന്നും തോന്നുന്നില്ല എന്നും ജോജു പറയുകയുണ്ടായി. അപ്പോൾ ഈ എപ്പിസോഡ് എയർ ചെയ്ത് കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോഴുണ്ട് ഒരു തരത്തിലുള്ള കോൺട്രവേഴ്സീസും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല, ആർക്കും ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും നെഗറ്റീവ് പറയാനും ഇല്ല. അപ്പോൾ എനിക്കിത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അത് മറ്റൊന്നുമല്ല, നമുക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസിനെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്കും സന്തോഷം. പക്ഷേ നമുക്ക് അത്ര താല്പര്യമില്ലാത്ത കണ്ടസ്റ്റൻസിനെ ആരെങ്കിലും പുറമെ നിന്ന് വന്ന ഷോയ്ക്കുള്ളിൽ വെച്ചത് നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് അസഹനീയമായി മാറുന്നു. ഈ സിറ്റുവേഷൻ വളരെ പരിതാപകരമായി മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. കാരണം എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, ജോജു ജോർജ് എന്ന വ്യക്തി അദ്ദേഹത്തിന് പരിചയമുണ്ടായിരുന്ന, അദ്ദേഹത്തിന് താല്പര്യമുള്ള ജിൻഡോയെ കുറിച്ച് 2 നല്ല വാക്ക് പറഞ്ഞു. ഇതേ സെൻസിൽ തന്നെ അന്ന് സാബുമോനും ശ്വേതയും ജാസ്മിനെ പറഞ്ഞത് എടുക്കേണ്ട കാര്യമല്ലേ ഉള്ളൂ. അതിനെന്തുകൊണ്ടാണ് പലരും അസഹിഷ്ണുത കാണിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല. ഒരാളോടുള്ള ഇഷ്ടം എപ്പോഴും ആപേക്ഷികമാണ്. നമുക്കിഷ്ടമുള്ള ആളെ ആകല്ല അടുത്ത ആൾക്ക് ഇഷ്ടം. നമുക്കൊട്ടും തന്നെ താല്പര്യം തോന്നാത്ത കണ്ടസ്റ്റൻസ് പക്ഷേ മറ്റു ചില ആൾക്കാരുടെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആയിരിക്കും. അവർക്ക് ആ കണ്ടസ്റ്റന്റുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് കൊണ്ടായിരിക്കും. അവരവിടെ വന്ന് പറഞ്ഞത് അവരുടെ അഭിപ്രായമല്ല എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഒരു ഊഹാപോഹത്തിന്റെ പേരിൽ മാത്രം നമ്മൾ ആരുടെയും അഭിപ്രായം ചോദ്യം ചെയ്യാൻ ആളല്ല. ഓരോ വ്യക്തികൾക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും എല്ലാം ഉണ്ടായിരിക്കും. അതിന് നമ്മൾ റെസ്പെക്ട് ചെയ്യണം. നമ്മുടെ ഒരു ബേസിക് കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും, അവിടെ പോയി ജാസ്മിനെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യവും അവർക്കില്ല. കാരണം ഇത് അവരുടെ സീസൺ അല്ല. ഗെയിമുകൾ കളിക്കണമെങ്കിൽ അവരുടെ സീസണിൽ അവർക്ക് കളിക്കാം, അല്ലെങ്കിൽ ചലഞ്ചറായി കയറ്റിവിടുന്ന ഒരു സീസണിൽ അവർക്ക് കളിക്കാം. അതല്ലാതെ അതിഥിയായി ചെന്നിട്ട് അവിടെ പോയി അവരുടെ ഒരു ഇഷ്ടം പറയുന്നതിന്റെ പേരിൽ ഇത്രയും അധികം സംശയ ദൃഷ്ടിയോട് കൂടി അവർ നോക്കേണ്ട കാര്യമില്ലെന്ന് തോന്നിപ്പോകുന്നു. ജാസ്മിൻ കളിക്കുന്ന ഗെയിം നെഗറ്റീവ് ആയിരിക്കാം, പക്ഷേ അവരൊരു നല്ല ഗെയിമർ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ബി മലയാളം 6 കൊണ്ടുപോയത് തന്നെ അവരാണെന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവരൊരു ഫാന്റാസ്റ്റിക് പ്ലെയർ ആണെന്ന് സാബുവിനും ശ്വേതയ്ക്കും തോന്നിയിട്ടുണ്ടെങ്കിൽ അതിന് തെറ്റു പറയാൻ ആർക്ക് എന്ത് അർഹതയാണുള്ളത്? നമുക്ക് ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഉള്ളതുപോലെ തന്നെ അവർക്കും കാണും ഫേവറേറ്റ് കണ്ടസ്റ്റന്റ്. അതവർ തുറന്നു പറയുന്നതിൽ എന്താണ് തെറ്റ്? ജോജുവിന്റെ പേഴ്സണൽ താല്പര്യം അവിടെ തുറന്ന് കാണിച്ചതുപോലെ സാബുവും ശ്വേതയും അവരുടെ പേഴ്സണൽ താല്പര്യം തുറന്നു കാണിച്ചു. അതിലെന്താണ് ഇത്ര ഒഫൻസ്? നമ്മൾ ഒരിക്കലും നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റുള്ളവരിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. നെഗറ്റീവ്സ് മാത്രം നിറഞ്ഞതും പോസിറ്റീവ്സ് മാത്രം നിറഞ്ഞതുമായ ഒരു വ്യക്തിയില്ല. എല്ലാവരിലും നെഗറ്റീവ്സും പോസിറ്റീവ്സും ഉണ്ട്. അതിന്റെ പോസിറ്റീവ് സൈഡ് കണ്ട് ആരെങ്കിലും ഒരാൾ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണെന്ന് കരുതി അവരെ വെറുതെ ക്രൂസിഫൈ ചെയ്യാൻ നിൽക്കുന്നത് വളരെ കഷ്ടകരമാണ്. അതുപോലെ തന്നെ ഇത്രയും കാശ് മുടക്കി ചെയ്യുന്ന ഒരു ഷോയ്ക്ക് ഒരു പർട്ടിക്കുലർ കണ്ടസ്റ്റന്റിനെ ജയിപ്പിച്ചത് കൊണ്ട് എന്ത് ഉപകാരമാണുള്ളത്? അതുകൂടെ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. മറ്റാരും പറയുന്നത് കേൾക്കാതെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ചൊന്ന് ചിന്തിച്ച് നോക്കൂ. ഷോയെ സംബന്ധിച്ച് എല്ലാവരും അവർക്ക് കണ്ടസ്റ്റൻസ് മാത്രമാണ്. അവർ കളിക്കുന്ന ഗെയിമിൽ ഷോയ്ക്ക് TRP കൂടുതൽ കിട്ടുന്നത് എവിടെ നിന്നാണോ ആ കണ്ടസ്റ്റൻസിനെ അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. അത്രമാത്രം. അല്ലാതെ ഇതിന് പിന്നിൽ ഒരു പ്രത്യേക അജണ്ട ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്നലെ ജോജു അവിടെ വന്ന് ജിൻഡോയുടെ കാര്യം പറഞ്ഞതുപോലെ അവരൊന്ന് അവരുടെ ഇഷ്ടം തുറന്നു കാണിച്ചു, അത്ര തന്നെ. അതിന്റെ പേരിൽ അവരെ കുറെ ക്രൂസിഫൈ ചെയ്യുന്നു, അവരെ കൊണ്ട് ആരൊക്കെയോ പറഞ്ഞു പറയിപ്പിക്കുന്നതാണെന്ന് പറയുന്നു. ഇതിനോടൊന്നും എനിക്ക് തീരെ യോജിക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റിനെ സപ്പോർട്ട് ചെയ്ത് മുമ്പോട്ട് പോകുന്നതല്ലേ അതിന്റെ ശരി. ഏറ്റവും നന്നായി ഗെയിം കളിക്കുന്ന ആൾ തന്നെ സീസൺ ജയിക്കട്ടെ. ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴെ കമന്റ് രേഖപ്പെടുത്തു. അപ്പോൾ അത്രയൊക്കെയുള്ളൂ. താങ്ക് യു സോ മച്ച്. ബൈ.